സൂപ്പർ. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. ഇന്നലെ അച്ഛൻ കുർബാനയിൽ പറഞ്ഞില്ലേ, നമ്മൾ പൊടിയാകണം. അതൊരു നല്ല കാര്യമല്ലേ? പക്ഷെ അതിൻ്റെ നമ്മൾ കർത്താവിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്പം ചിന്തിക്കണം. ഈ ദൈവനീതി, അതുപോലെ പുതിയ നിയമം, യേശുവിലൂടെ സംസ്ഥാപിതമായ ഈ രാജ്യം, ഈശോ പറഞ്ഞു എൻ്റെ രാജ്യം ഐഹികമല്ല. അതോടൊപ്പം നമ്മളിപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം ഒരുപാട് സഹനത്തെക്കുറിച്ച് പലതരത്തിലെല്ലാം കണ്ടു. ഇനി പ്രത്യേകിച്ച് സഹനം കൂടുതലുള്ളവർ ഇവിടെ ശ്രദ്ധിക്കുക. ഫോണൊക്കെ ഓഫ് ചെയ്ത് വെച്ചോ. ഇപ്പോൾ എവിടേക്കാണ് പോണേ? ഇപ്പോൾ ഒന്നും പോകണ്ട. ഇപ്പം ഇത് കേൾക്ക്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതൊക്കെ ഇനി ആരും ഈ ക്ലാസ് വിട്ട് പോകരുത്. ഫോണുകളൊക്കെ ഓഫ് ചെയ്ത് വെച്ചോ, അല്ലെങ്കിൽ സൈലൻറ്റിലിട്ടിട്ട് ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ഇൻ്റർവെൽ സമയത്ത് വല്ലതും നോക്കാം. ഈ ക്ലാസ് വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സാണ്. അത് ഇങ്ങനെ മനസ്സിലാക്കേണ്ടത്. ഈശോ പറഞ്ഞു, എൻ്റെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നവൻ എന്ത് ചെയ്യണം? സ്വയം പരിത്യജിക്കണം. നമ്പർ 1 പോയിന്റ്. പിന്നെന്ത് ചെയ്യണം? സ്വന്തം കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരണം. ശിഷ്യനായിട്ടില്ല എന്ന് മനസ്സിലാക്കണം. മനസ്സിലായി? എൻ്റെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മളെ സംബന്ധിച്ചോ നമ്മൾ ശിഷ്യരാണ്, നമ്മൾ യേശുവിൻ്റെ ശിഷ്യരാണ്. പക്ഷേ എങ്കിലും ഈ അടിസ്ഥാനപരമായ ഒരു കാര്യം നമ്മൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ദൈവഹിതത്തെക്കുറിച്ച് ഇന്നലെയൊക്കെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥനയിൽ പറഞ്ഞില്ലേ? സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന എന്തോരം പ്രാർത്ഥിച്ചാലും നമ്മുടെ ഹിതം മുൻകൂട്ടി തീരുമാനിച്ച് വെച്ചുകൊണ്ട് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ് ഉദ്ദിഷ്ടകാര്യം സാധിക്കാൻ. അപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് യാതൊരു വാലിഡിറ്റി പോലുമില്ല, വാലിഡിറ്റി ഇല്ല. ആ പ്രാർത്ഥനയുടെ വാലിഡിറ്റി എന്താണ്? ദൈവം നമ്മളെക്കുറിച്ചൊരു ഹിതം മുൻകൂട്ടി ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. ആ ഹിതം സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോഴാണ് ഈ പ്രാർത്ഥനയ്ക്ക് തന്നെ ഒരു പ്രാർത്ഥന തന്നെ ശരിയാവുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളങ്ങ് ചമ്മിപ്പോകാണല്ലേ. എന്തെന്നാ ഇത്രയും നാൾ നമ്മൾ പ്രാർത്ഥിച്ചത്, എന്തെന്നാ ഇത്രയും നാൾ നമ്മൾ കേട്ടത്. ശരിക്കും നമ്മൾ വളരെ, ഞാനിത് പറയുമ്പോൾ എന്നോട് ക്ഷമിക്കണം, ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കാൻ പറയാനല്ല, ശരിക്കും അടിസ്ഥാനപരമായ ഒരു വലിയ മാറ്റം നമ്മളിലുണ്ടാകാനുണ്ട്. എവിടെയോ ഒരു ധ്യാന കേന്ദ്രത്തിൽ ഇതിങ്ങനെ പറയുമ്പോൾ 5-ാം ദിവസം അവിടുത്തെ ധ്യാനകേന്ദ്രത്തിൻ്റെ ലീഡർ സിസ്റ്റർ വന്നിട്ട് പറയാണ്, തോമസ് പോളെ എന്താ ഈ പറയണേ? ഞാൻ മുഴുവനൊന്നും ധ്യാനം കൂടിയില്ല, പക്ഷെ അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ കുറച്ചു നേരമൊക്കെ ഇരുന്നൊന്ന് കേട്ടിരുന്നു. ഇതുണ്ടോ, ആരുടെയോ മൊബൈൽ ഓണാ. ഇപ്പോൾ മനസ്സിലായി. ഇതുകൊണ്ടാണ് എയറോപ്ലെയിനിലൊക്കെ ചെല്ലുമ്പോൾ ഓഫാക്കണമെന്ന് പറഞ്ഞത്. കാരണം ഇങ്ങനെ കീന്ന് വെച്ച് ഉണ്ടാക്കി അവരുടെ സിസ്റ്റത്തെ മുഴുവനും ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. കീബോർഡ് ശ്രദ്ധിക്കണേ. ആ സിസ്റ്റർ പറയണേ, അവരൊരു വലിയ ധ്യാനഗുരുവാ. നീ പറയണ കണക്കാണെങ്കിൽ, നീ പറയണത് ശരിയാണെങ്കിൽ ഈ കേരളം മുഴുവനും ഒരു വലിയ അഴിച്ചുപണി നടത്തണമല്ലോ. നിങ്ങൾക്ക് എന്താ തോന്നണേ? കംപ്ലീറ്റ് അഴിച്ചുപണി നടക്കണം. ഏത് മേഖലയിൽ? വചന പ്രഘോഷണ മേഖലയിൽ കംപ്ലീറ്റ് അഴിച്ചുപണി നടക്കണം. ഞാനൊരിക്കൽ ഒരു ബിഷപ്പിൻ്റെ കൂടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുക.
ആ ബിഷപ്പ് വളരെ സുവിശേഷ ശുശ്രൂഷയിൽ വളരെ താല്പര്യമുള്ള ബിഷപ്പാണ്. പിതാവ് പറയാണ്, നീ ലോകം മുഴുവനും വചനമൊക്കെ പ്രഘോഷിക്കുന്ന ആളാണല്ലോ, എന്താ നിൻ്റെ ഒരു കണക്ക് കൂട്ടൽ? ഇപ്പോൾ ഇവിടെ ആരുടെയും ഫോണും കൊണ്ട് വന്നേക്കല്ലേ ഇവിടെ. നിൻ്റെ കണക്ക് കൂട്ടൽ എന്താ? ഈ കേരളത്തിൽ ഇത്രയും വചന ശുശ്രൂഷ നടന്നിട്ടും നമ്മൾ ഒരു പെരിഫറിയിലല്ലേ ആയിട്ടുള്ളൂ, നമ്മളൊരു ഉപരിപ്ലവമല്ലേ ആയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു, സത്യമാണ് അങ്ങ് പറയണത്. നമ്മളിപ്പോഴും ഇത് നമ്മളൊരു വിമർശന രീതിയിൽ കാണണ്ട. ഒരുപക്ഷെ കർത്താവ് ഇപ്പോഴാണ് അത് തുടങ്ങണേ ഉള്ളൂ എന്നേ വിചാരിക്കാൻ പറ്റുള്ളൂ. സമയമാവണുള്ളൂ, ഇപ്പോഴും സമയമാവുന്നുള്ളൂ. അതിനൊരു ഉദാഹരണം ഞാൻ പറയണത്, ഇപ്പം ഈ ബൈബിള് എത്ര വർഷമായി നമ്മുടെയൊക്കെ വീട്ടിലെത്തിയിട്ട്? 25 വർഷമായി ഉദ്ദേശം. ചിലർ പറഞ്ഞു 10 വർഷം. അതായത് 2000 വർഷമായിട്ടുള്ള, അല്ലെങ്കിൽ സഭ 2000 വർഷമായിട്ടും സാവധാനം ഇത് വരണുള്ളൂ. 2000 വർഷമായ സഭയിൽ സഭാംഗങ്ങളുടെ അടുത്തേക്ക് വിശുദ്ധ ലിഖിതം വന്നിട്ടിപ്പോൾ 10, 15, 20 വർഷമേ ആയിട്ടുള്ളൂ. അപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നത് സംഭവം വളരെ ഗൗരവമായ കാര്യമാണ്. വളരെ ഗഹനമായിട്ടുള്ള കാര്യങ്ങൾ, ഗഹനമായ കാര്യങ്ങളിലേക്ക് നമ്മൾ വരുന്നേ ഉള്ളൂ. ഇപ്പോൾ ഈ വർഷം പോപ്പ് 2016 ഒരു വർഷം മുഴുവനും എന്ത് പഠിക്കാനാണ് പറഞ്ഞേക്കണത്? കരുണയെക്കുറിച്ച്. ഇപ്പം നമ്മൾ കേട്ടല്ലോ, ആദ്യത്തെ ദിവസം യേശു മത്തായിയുടെ വീട്ടിൽ കയറി ചെന്നപ്പോൾ എല്ലാവരും യേശുവിനെ വഴക്ക് പറഞ്ഞു. നിങ്ങളുടെ ഗുരു എന്താണ് ഈ പാപികളും ചുങ്കക്കാരനും വീട്ടിൽ പോണത്? ഇതെന്തത്? ഈശോ പുറത്ത് വന്നിട്ട് പറയാണ്, നിങ്ങൾ പോയി പഠിക്കുവിൻ. എല്ലാവരും പറഞ്ഞേ, എന്ത് പഠിക്കാനാ പറഞ്ഞേ? എന്ത് പഠിക്കാനാ പറഞ്ഞേ? എന്ത് പഠിക്കാനാ പറഞ്ഞേ? ഈശോ മത്തായിയുടെ വീട്ടിൽ എന്താ പറഞ്ഞത്? 9:13 അല്ലെങ്കിൽ 9:12. ഞാൻ കരുണ ബലിയല്ല, കരുണയാണ് ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥമെന്തെന്ന് നിങ്ങൾ പോയി പഠിക്കുവിൻ. അപ്പം അതിന് മനസ്സിലാക്കണം, അവർ വചനം മുഴുവനും ബൈഹാർട്ട് അറിയാവുന്നവരാണ്, നിയമജ്ഞരും പരിസയരും. ഇത് എവിടുത്തെ വചനമെന്നറിയാം. ഇത് ഹോശയ്യ 6:6 ഇല്ലേ? അവരോട് അത് ഹോശയ്യ പ്രവാചകൻ പറഞ്ഞേക്കണം, അത് തന്നെ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ പോയി പഠിക്കുവിൻ. വാസ്തവത്തിൽ ഈ വർഷം മുഴുവനും നമ്മൾ ഈ കരുണയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കരുണയെക്കുറിച്ച് പഠിക്കുകയാണ്. ഇപ്പോഴാണ് വാസ്തവത്തിൽ സുവിശേഷം വരാനുള്ള ഒരു ചാൻസ്. ഇതുവരെ ഈ സുവിശേഷത്തെ നമ്മൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല. അതൊരു തെറ്റാണെന്ന് പറയുന്നില്ല, അതിൻ്റെ ആവിർഭാവമാണ് ഇപ്പോൾ നമ്മൾ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം പറയാൻ കാരണം, നമുക്ക് ഏത് വചനം കൊടുക്കാം? ലൂക്ക 9-ാം അധ്യായത്തിൽ 23-ാമത്തെ വചനം. ലൂക്ക 9:23 പറയുകയാണ്, എൻ്റെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഒരിക്കൽ മദർ തെരേസ സിസ്റ്റേഴ്സിൻ്റെ കോൺടെംപ്ലേറ്റീവ് ഓർഡറിൽ അവർക്കൊരു മിണ്ടാമഠമുണ്ട്. അവിടെ ഞാൻ അവർ ധ്യാനിപ്പിക്കുമ്പോൾ ആദ്യം ഈ വചന വന്നത്, അതിങ്ങനെയാണ് വന്നത്, ടേക്ക് അപ്പ് യുവർ ഓൺ ക്രോസ് ആൻഡ് ഫോളോ മീ. എൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തോ? എന്തിനാന്ന്? എടുത്തോ. ഇത് മാഗസീനിലൊക്കെ ഇടുവോ?
അപ്പൊ എന്താണ് പറഞ്ഞത്? ടേക്ക് അപ്പ് എന്ന് പറഞ്ഞ എല്ലാവരും ടേക്ക് അപ്പ് യുവർ ഓൺ ക്രോസ് ആൻഡ് ഫോളോ മീ. ഇപ്പം നമ്മൾ ഈ ചാപ്പലിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ അവിടെ 1000-ൻ്റെ ഒരു നോട്ട് കിടക്കണം. നമ്മൾ എന്തു ചെയ്യും? ടേക്കപ്പ്. നമ്മളത് ഉടനെ എടുക്കുമോ ഇല്ലയോ? ഒരു സ്വർണ്ണമാല കിടക്കണോ, അതെടുക്കുമോ ഇല്ലയോ? ടേക്കപ്പ്. അപ്പം അതുപോലെയാണ് ഈശോ പറഞ്ഞത് ടേക്കപ്പ് എന്ന് പറഞ്ഞ എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞേ. ഇപ്പോഴും പറയണില്ല അവിടെ ബാക്കിലിരിക്കണവരൊന്നും. ഒന്ന് ശബ്ദമുയർത്തി പറഞ്ഞേ ടേക്കപ്പ്. ഇത്രേ പറഞ്ഞുള്ളൂ. എന്ത് പറഞ്ഞു? ടേക്കപ്പ്. ഇത് വിശുദ്ധ വചനമാണ് ഇല്ലേ? തിരുവചനമാണ് നിങ്ങൾ കേട്ടത്. എന്താ കേട്ടത്? ടേക്കപ്പ്. എന്താ എടുക്കാൻ പറഞ്ഞത്? നിങ്ങളുടെ സ്വന്തം കുരിശ്. 5 ദിവസം കഴിഞ്ഞ് ധ്യാനം തീർന്നപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഈ 5 ദിവസത്തെ ധ്യാനത്തിൽ നിങ്ങൾ ഏറ്റവും സ്പർശിച്ച ഒരാശയം പറയാൻ പറഞ്ഞപ്പോൾ ഉടനെ അന്നത്തെ അവിടുത്തെ സുപ്പീരിയറാണ് ആദ്യം ഓടി വന്ന് പറഞ്ഞത്, എന്നെ ഏറ്റവും സ്പർശിച്ചത് ഒറ്റ വാക്കാണ്, ടേക്കപ്പ്. എന്താണത്? ടേക്കപ്പ്. അപ്പോൾ ഈശോ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്, ടേക്കപ്പ്. നമ്മൾ സാധാരണഗതിയിൽ എന്ത് ചെയ്യണമെന്ന് ഓർക്കുക. ഇന്നലെ അച്ഛൻ പറഞ്ഞ് ഈ കുരിശ് തരണത് അമ്മായിയമ്മയിലൂടെയോ നാത്തൂനിലൂടെയോ ഇങ്ങനെ പലരിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ ലീഡറിലൂടെയോ സുപ്പീരിയേഴ്സിലൂടെയോ എവിടെന്നെങ്കിലും ആകാം. പക്ഷെ നമ്മൾ അത് ടേക്കപ്പ് ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. നമ്മളത് കേട്ട പാടെ അവരുടെ പുറകെ പോടുകയാണ്. നിങ്ങൾ എന്നോട് അങ്ങനെ എന്താ പറഞ്ഞത്, ഇത് ശരിയല്ല, ഞാൻ ഉടനെ അവിടെ വിളിച്ചു പറയും, ഞാൻ ഇവിടെ വിളിച്ചു പറയും, ഇവർ വിളിച്ചു പറയും. അപ്പോൾ എന്ത് സംഭവിച്ചു? ടേക്കപ്പിന് പകരം ടേക്ക് അവേ ആയി. ടേക്ക് അവേ. അപ്പോൾ ഇവിടെയാണ് ഈശോയെ തന്നെ അനുകരിക്കുക എന്ന് പറഞ്ഞത്. ഈശോ ദൈവനീതി നടപ്പാക്കാൻ വേണ്ടി പിതാവായ ദൈവം പലരിലൂടെയും ഒരുപാട് കുരിശുകളും സഹനങ്ങളും ഈശോയ്ക്ക് കൊടുത്തു. അതെല്ലാം ഈശോ ടേക്കപ്പ്, ഹി ടുക്കപ്പ്. പിലാത്തോസിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പിലാത്തോസ് പറയുകയാണ്, നിന്നെ കൊല്ലാനുള്ള അധികാരം എനിക്കുണ്ട്, വിട്ടയക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? ഈശോ കൂളായിട്ട് പറയാണ്, എൻ്റെ പിതാവ് തന്നതല്ലാതെ നിനക്ക് എൻ്റെ മേൽ ഒരു അധികാരമില്ല. അപ്പോൾ ഈശോ ഈ പീഠാനുഭവം മുഴുവനും ആരുടെ കയ്യിൽ നിന്നാണ് സ്വീകരിച്ചത്? പിലാത്തോസിൻ്റെ കയ്യിൽ നിന്നാണോ? പട്ടാളക്കാരുടെ കയ്യിൽ നിന്നാണോ? ജൂദാസിൻ്റെ കയ്യിൽ നിന്നാണോ? ആരുടെ കയ്യിൽ നിന്നാ? പിതാവിൻ്റെ കയ്യിൽ. ഇപ്പോൾ ശരിക്കും മനസ്സിലാവുന്നുണ്ട് ഇപ്പില്ലേ? അതിനാണ് ഇത്രയും ദിവസം നമ്മൾ ഈ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത്. ജ്ഞാനത്തിന് വേണ്ടി ധാരാളം പ്രാർത്ഥിക്കുമ്പോഴേ സഹനം വരണ വഴി നമുക്കറിയും, ഉടനെ അറിയും. ഇതാൾ വരണ്ടിട്ടോ, അത് നമുക്കിട്ട് 2 തരാനാണ് വരണതെന്ന് മുൻകൂട്ടി മനസ്സിലാവണില്ലേ? ഇപ്പോൾ മാത്രമല്ല, അത് സ്വീകരിക്കാനുള്ള എളിമയും ജ്ഞാനവും നമുക്ക് കിട്ടും. ഈശോയുടെ സഹനത്തോടത് ചേർക്കാനൊക്കെ നമ്മൾ പഠിക്കും. ഈശോ പറയാണ്, ടേക്ക് അപ്പ് യുവർ ഓൺ ക്രോസ്. നിങ്ങളുടെ സ്വന്തം കുരിശും എടുത്തുകൊണ്ട് കുരിശ് തന്ന ആളുടെ പുറകെ പോകാതെ. മനസ്സിലായ? നമുക്ക് പറ്റുന്ന അബദ്ധം എന്താ? നമ്മൾ ആരുടെ പുറകെ പോകുന്നു? കുരിശു തന്ന ആളുടെ പുറകെ പോകുന്നു. നമ്മൾ അയാളെ പരാമർശിക്കുന്നു, അയാളെ വഴക്ക് പറയുന്നു. ഞാൻ ഒരു തെറ്റും ചെയ്തില്ല, എന്നെ ആവശ്യമില്ലാണ്ട് വഴക്ക് പറയാണ്, ഇതേമാതിരി വഴക്ക് പറയുകയാണെങ്കിൽ ഞാൻ പെട്ടെടുത്തോണ്ട് പോകട്ടോ. ഏത് വചനം? ടേക്കപ്പ്. ലൂക്ക 9:23 അല്ലേ? ഏത് വചനം പറഞ്ഞത്? ടേക്കപ്പ്. അതാണ് ലൂക്ക 9:23.
ഇവിടെയാണ് നമുക്ക് പറ്റുന്ന പ്രശ്നം. നമ്മൾ ഉടനെ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കി ആ കൃപ, ആ കുരിശ് തട്ടി തെറിപ്പിച്ച് കളഞ്ഞു. കുരിശ് തന്ന ആളുടെ പുറകെ പോയത് കൊണ്ട് മുറിവുണങ്ങോ? കുരിശിൻ്റെ ഗുണം കിട്ടുമോ? ഭയങ്കര ജ്ഞാനമാണത്. കിട്ടിക്കഴിഞ്ഞാൽ മിണ്ടാതെ അതിങ്ങ് മേടിക്കുക, ടേക്കപ്പ്. എന്നിട്ട് അങ്ങോട്ട് വരാനാ പറഞ്ഞത്, ഫോളോ മീ, എൻ്റെ പിന്നാലെ വരിക, എൻ്റെ പിന്നാലെ വരിക. എൻ്റെ പിന്നാലെ എന്ന് പറഞ്ഞാൽ എവിടേക്കാ? ഞാൻ കുരിശെടുത്തുകൊണ്ട് എങ്ങോട്ടേക്കാണ് പോയത്? ഗാഗുൽത്തായിലേക്ക്. അതിന്ന് എവിടെയാ? ഇന്ന് കുർബാനയിൽ ഈശോയുടെ ആ ബലിയിലോട് ചേർത്തിട്ട്, ഈശോയെ ഇന്ന് എനിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ നിനക്ക് വേണ്ടി. ഇതാണീ ദാസൻ്റെ എന്ത് പണ്ടെഴുതിയൊരു പാട്ടാ, ഒന്ന് പാടിയത് കിട്ടുമോ അതിൻ്റെ വേർഡ്സ്? ജീവൻ ബലിയായി സമർപ്പിക്കുന്നു, എൻ മനം, എൻ രക്തം, എൻ ദേഹം കുരിശിലെ ബലിയോട് ചേർത്തിടും ഞാൻ, കുരിശിലെ ബലിയോട് ചേർത്തിടും ഞാൻ. ഇതാണീ ദാസന്റെ ആരാധന, 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 ആരാധന. നമ്മുടെ ജീവിത ബലിയാണ്. യേശു അർപ്പിച്ചത് ചത്ത ബലിയല്ല. ആ വാക്ക് പറഞ്ഞതിൽ ദോഷമില്ലല്ലോ, ശ്രദ്ധിക്കണം. കുഞ്ഞാട് ചത്ത് കഴിഞ്ഞിട്ടാണ് അർപ്പിക്കണേ. യേശുവിനെ ചത്ത് കഴിഞ്ഞിട്ടല്ല, ബലി അർപ്പണം കഴിഞ്ഞിട്ടാണ് യേശു ചത്തത്. മനസ്സിലാവുണ്ടോ? യേശു ജീവനോടെയാണ് ബലിയായത്. അതാണ് ജീവബലിയാണ് അർപ്പിച്ചത്. ദൈവനീതി എന്നുള്ളതിനെ കുറിച്ചുള്ള നിർവചനം നമ്മൾ ഒരു ദിവസം വായിച്ചായിരുന്നു കാറ്റഗിസത്തിൽ. 1992. എന്താണ് ദൈവനീതി? ദൈവനീതി എങ്ങനെ നമുക്ക് ലഭിച്ചു? ദൈവനീതി നമ്മൾക്ക് ലഭിച്ചത് നമ്മൾ ആരുടെയും പ്രവർത്തനത്തിലൂടെ അല്ല, മറിച്ച് യേശു 1992 1992 കണ്ടോ? അതാണ് സജീവവും. കണ്ടോ? അവിടെ തന്നെ പോയിന്റ് വന്നില്ലേ? സജീവവും വിശുദ്ധവും ദൈവത്തിന് പ്രീതിജനകവുമായ ബലിവസ്തുവായി. സജീവമായ ബലിവസ്തു. അതിൻ്റെ അർത്ഥം എന്താ? ഒരു ബലിവസ്തു ആവുന്നത് സാധാരണ പഴയ നിയമം അനുസരിച്ച് കുഞ്ഞാടിനെ കൊന്നു, അതിൻ്റെ രക്തം തെളിച്ചു, അതിൻ്റെ മാംസം ബലിവസ്തുവായി. പക്ഷേ ഇവിടെ യേശു എന്ത് ബലി അർപ്പിച്ചത്? സജീവ വിശുദ്ധവും ദൈവത്തിന് പ്രീതിജനകവുമായ ബലിവസ്തുവായി തന്നെ തന്നെ കുരിശിൽ അർപ്പിക്കുകയും തൻ്റെ രക്തം എല്ലാ മനുഷ്യരുടെയും പാപപരിഹാരത്തിനുള്ള ഉപകരണമാകുകയും ചെയ്തു. The blood became an instrument for the atonement of sins. പാപപരിഹാരത്തിനുള്ള ഉപകരണമാകുകയും ചെയ്തു. ആ ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൻ്റെ ഫലമായി നമുക്ക് ലഭിച്ചതാണ് നീതീകരണം, ദൈവനീതി എന്ന് പറയുന്നത്. ദൈവനീതി. ഈ ദൈവനീതി യേശു ഈ ജീവബലി അർപ്പിച്ച ആ ബലിയുടെ റെസിപ്പിയൻറ്റും അതിൻ്റെ പങ്കാളികളുമാണ് നമ്മൾ. ആ ബലിയിലൂടെ നമുക്ക് നീതി ലഭിക്കുക മാത്രമല്ല,
നമ്മളെല്ലാവരും ആ യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ഇന്ന് നമ്മളും ആ ബലിവസ്തുവാണ്. നമ്മളും ഒരു ജീവിക്കുന്ന ബലിവസ്തുവായി മാറിയിരിക്കുന്നു. അപ്പം എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്ന ബലിവസ്തുവായി മാറുന്നത്? നമ്മളെ കുത്താനും തുളയ്ക്കാനും ഒക്കെ ആൾ വേണ്ടേ? അതാണ് സഹനത്തിൻ്റെ ഒരു പ്രത്യേകത. ഇത് എളുപ്പം മനസ്സിലാവുന്നതല്ല. സാധാരണഗതിയിൽ നമ്മൾ ചിലർ പറയുന്നത് യേശു ക്രിസ്തു കുരിശിൽ മരിച്ചതോടുകൂടി സഹനം കഴിച്ചു, ഇനിയിപ്പോൾ നിങ്ങൾ സഹിക്കണം എന്തിനാ? ഇതാണ് ഒരുപാട് പേര് പറയാറുള്ളത്. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ വലിയ വലിയ ആളുകളും ഇങ്ങനെ പറയണത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ പുണ്യാളന്മാരെല്ലാവരും, ആരെങ്കിലും ഒരു പുണ്യാളൻ അങ്ങനെ പറഞ്ഞതായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ടോ? ഈ കൊച്ചു ത്രേസ്യ, അമ്മ ത്രേസ്യ, മദർ ത്രേസ്യ, ഈ ത്രേസ്യമാരെല്ലാവരും ജോൺ ഓഫ് ദ ക്രോസിൽ നിന്നാണ് ഇതൊക്കെ പഠിച്ചത്. യോഹന്നാൻ കുരിശിനെ അടിച്ച് ഒരു ജയിലിലിട്ട് അവിടെ കിട്ടാനും വറുത്ത മാതിരി ആയപ്പോഴും ആള് ഭയങ്കര സന്തോഷത്തിലാണ്. എന്തുകൊണ്ടാണ്? യേശുവിൻ്റെ കുരിശിലാണ് ഇതെല്ലാം ചെന്നെത്തുന്നത്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ യേശു പറഞ്ഞ ഫസ്റ്റ് കണ്ടീഷൻ എൻ്റെ, അത് വായിച്ചേ 9:23, ലൂക്ക 9:23. അവൻ എല്ലാവരോടുമായി പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി സ്വജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം, ഈ കുരിശ് സ്വീകരിക്കണമെന്നൊക്കെയുള്ള കാര്യം ഞാൻ പണ്ടേ കേൾക്കുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഇതൊക്കെ കോവേന്തക്കാർക്കും സിസ്റ്റേഴ്സിനും അച്ഛന്മാർക്കൊക്കെ ഉള്ളതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ വചനം എൻ്റെ ഇങ്ങനെ തുറിച്ച് നോക്കിയാണ്. എന്താണ് അതിൻ്റെ ആദ്യം എഴുതിയിരിക്കുന്നത്? അവൻ എല്ലാവരോടുമായി പറഞ്ഞു. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? അവൻ എല്ലാവരോടുമായി പറഞ്ഞു. ചതിച്ചോ? ആരോട് പറഞ്ഞു? ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ. എല്ലാവരോടുമായി പറഞ്ഞു. അവൻ എല്ലാവരോടുമായി പറഞ്ഞു. Take up your own cross and follow. എൻ്റെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നവൻ, അതും എന്നെ സ്പർശിച്ചൊരു പോയിന്റാണ്. പക്ഷേ എനിക്കറിയില്ല കേട്ടോ, ഞാൻ ഇതിനകത്തെല്ലാം ആഴമായി വരുന്നതിന് മുമ്പ് ഞാൻ ജാംഷഡ്പൂർ ടാറ്റ കമ്പനിയിലാണ് എൻ്റെ ജോലി ആരംഭിച്ചത്. വേനൽക്കാലത്ത് പൊരിഞ്ഞ വെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റില്ല, മേലൊക്കെ പൊള്ളുന്ന. അത് കഴിഞ്ഞ് ഫാക്ടറി ചെല്ലുമ്പോൾ അവിടെ 60 ഡിഗ്രി ടെമ്പറേച്ചറിലാണ് ഫാക്ടറിയുടെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ. ഓവൻസ്, ഭയങ്കര വലിയ വലിയ ചൂളകളുടെ ഇടയിൽ. അവിടെ ഒരു 5-10-15 മിനിറ്റിൽ കൂടുതൽ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഉടനെ ഞങ്ങൾ പുറത്ത് വന്നിട്ടൊരു കൂളിംഗ് റൂമുണ്ട്. ആ കൂളിംഗ് റൂമിൽ ഒരു ഫാനിൻ്റെ മുമ്പിൽ നിന്ന് ശരീരം തണുപ്പിക്കണം. കൂടാതെ വെള്ളത്തിൽ ഉപ്പിട്ട് ഉപ്പ് ഗുളികകൾ കഴിക്കണം, ശരീരത്തിൽ ഉപ്പ് നഷ്ടപ്പെട്ടത്. എനിക്ക് അന്നുണ്ടായ ഇപ്പം ഞാനത് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊരു പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനമായിരുന്നു. എനിക്ക് അന്ന് ഇതൊക്കെ ഭയങ്കര ആവേശമായിരുന്നു. അതായത് എനിക്ക് അന്ന് തോന്നിയൊരു ആശയം, നമ്മുടെ ജീവിതത്തിൽ ഒരു കാലഘട്ടത്തിൽ ഭയങ്കര സഹനം ഉണ്ടാവും. അത് ചെറുപ്പത്തിൽ തന്നെ അങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ നല്ല കാര്യം എന്നുള്ള മാതിരി അങ്ങനെ ഒരു ആശയം എൻ്റെ ഉള്ളിൽ അങ്ങ് വന്നു. അപ്പോൾ എന്ത് പ്രശ്നം എവിടെയുണ്ടോ ഞാൻ അതൊക്കെ അങ്ങ് ചാടിപ്പിടിക്കും. സഹിക്കാനുള്ള ചാൻസ് നഷ്ടപ്പെടുത്തരുത്. ഒരുപക്ഷെ അത് ഞാൻ അറിയാതെ തന്നെ ഈ യേശുവിൻ്റെ വചനം എൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ചതാകാം. അങ്ങനെയുണ്ട്, നമ്മളറിയാതെ തന്നെ ഈശോ നമ്മുടെ ഉള്ളിൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ചില ആളുകൾ പറയും, എൻ്റെ ബ്രദറെ ജനിച്ചപ്പോൾ മുതൽ ഈ സഹനം എന്നെ വിട്ടു പോയിട്ടില്ല. ജനിച്ചപ്പോൾ മുതലേ സഹനം തന്നെയാണ്.
വളരെ കൃത്യമാണ്. അതിൻ്റെ അർത്ഥം ജനിച്ചപ്പോൾ മുതലേ നിന്നെ കർത്താവ് ഈശോ മിശിഹ തൻ്റെ ശിക്ഷയായി വിളിച്ചിരിക്കുന്നതാണ്. കന്യാസ്ത്രീമാരുടെയൊക്കെ ജീവിതത്തിൽ വളരെ കൃത്യമായിട്ടത് കാണാറുണ്ട്. ചിലർ ഭയങ്കര കോൺടെംപ്ലേറ്റീവ് കന്യാസ്ത്രീമാരുണ്ട്. അവർക്ക് സഹനം എന്ന് പറഞ്ഞാൽ ഭയങ്കര സഹനം. അപ്പോൾ അവർ എന്തിന് ദൈവം എന്നെ ഇതേമാതിരി ചെറുപ്പം മുതലേ ഇങ്ങനെയാണ്, ഞാൻ ജനിച്ചപ്പോൾ മുതലേ അങ്ങനെ, എൻ്റെ അപ്പന് വേണ്ട, എൻ്റെ അമ്മേനെ വേണ്ട, എൻ്റെ ആങ്ങളമാർക്ക് വേണ്ട, അങ്ങനെ. ഞാൻ പറയും അങ്ങനെ പറയില്ല. അതിൻ്റെ അർത്ഥം ജനിച്ചപ്പോൾ മുതലേ നിന്നെ കർത്താവിൻ്റെ മണവാട്ടിയായിട്ട് കുരിശിൻ്റെ പുറകുവശത്ത് കൂടെ കിടക്കാൻ വേണ്ടി വിളിച്ചത് കൊണ്ടാണ്. അതാണ് ദൈവവിളി. ദൈവവിളി എപ്പോഴാണ് ഉണ്ടാവണേ? എല്ലാവരെയും വിളിച്ചിട്ടുള്ളൂ. നമ്മളായാലും ദൈവം നമ്മൾ വിളിച്ചേക്കണത് എപ്പോഴാ? അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുമ്പോൾ തന്നെ ഞാൻ നിന്നെ വിളിച്ചിട്ടുണ്ട്. ഷീബ അല്ലേ? ഷീബയ്ക്ക് ഇപ്പം മനസ്സിലായോ എപ്പോൾ മുതലാണ് നിന്റെ സഹനം തുടങ്ങിയേക്കണത്? ജനിച്ചപ്പോ മുതലേ. അതാണ്. അപ്പം ഈ അംഗവൈകല്യമുള്ളവരും ഇവർക്കൊക്കെ ദൈവം കൊടുത്തേക്കണ ദാനം എന്താണ്? ജനിച്ചപ്പോൾ മുതലേ തന്നെ അംഗവൈകല്യം. ഞാൻ പറഞ്ഞില്ലേ, കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. ആ വചനം പൂർത്തിയാകണോ? ജനിച്ചപ്പോൾ തന്നെ വന്ന് നോക്കിയപ്പോൾ ശരി, ഈ കൊച്ചു കറുത്ത വച്ചാണല്ലോ, ഈ കൊച്ചിന് മൂക്കില്ലല്ലോ, ഈ കൊച്ചിന് കാതില്ലല്ലോ, മുഖം തിരിച്ച്. ഈ കൊച്ചിന് വല്ലതും അറിയോ? കൊച്ചു വല്ലതും ചെയ്തോ? വചനങ്ങൾ. അപ്പോൾ സഹനത്തെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ പഠിച്ചാൽ മനസ്സിലാവും. ഞാൻ ആലോചിക്കും എന്തുകൊണ്ട് ഈ ക്ലാസ് ഇത്രയും ദിവസം വന്നില്ല എന്ന് വിചാരിക്കുകയായിരുന്നു. ഇപ്പം മനസ്സിലാവണ്ടില്ലേ? ടേക്ക് അപ്പ് എന്ന് പറഞ്ഞാൽ ഈശോയുടെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നവൻ സ്വന്തം കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞാൽ ഈശോയുടെ പീഡാനുഭവത്തിലൂടെ കടന്നു വരിക. അങ്ങനെയാണ് ദൈവനീതി ലോകം മുഴുവൻ പടരുള്ളൂ. ഇവിടെ ഇപ്പം നോക്കിയേ, ഇപ്പോൾ ഈ സഹനത്തിൻ്റെ അനുഭവം ഇല്ലാത്ത ആരെങ്കിലും ഒരാൾ ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പം അതാണ് ഈശോ പറയുന്നത്, അവൻ എല്ലാവരോടുമായിട്ട് ഇത് പറഞ്ഞു എന്ന് മാത്രമല്ല എല്ലാവർക്കും ഇത് അനുവദിച്ചിട്ടുള്ളതാണ്. ചിലവർക്ക് ഇതിൽ വളരെ അതിഭയാനകമായ സഹനം വരും. അത് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈശോയുടെ ആ സഹനത്തിൻ്റെ മാധുര്യം കൂടുതൽ അനുഭവിപ്പിക്കാനുള്ള ഒരു ഈശോയുടെ ആശ്വസിപ്പിക്കുന്ന ഒരു മാലാഖയാണ്. ഈശോയുടെ സഹനത്തെക്കുറിച്ച് പുതിയ നിയമത്തിൽ ഈശോ അധികമൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ഇവിടെയാണ് വരാനിരിക്കുന്നവൻ്റെ പടം കാണിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ. അവൻ്റെ കൈകാലുകൾ അവർ കുത്തിത്തുളയ്ക്കും പറഞ്ഞിട്ടില്ലേ? സങ്കീർത്തനം 22 അവൻ്റെ കൈകാലുകൾ അവർ കുത്തിത്തുളയ്ക്കും. സങ്കീർത്തനം 69, 20, 21 പറയുകയാണ്, ആരെങ്കിലും എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാനുണ്ടോ എന്ന് നോക്കി ആരെയും കണ്ടില്ല. അതാരെക്കുറിച്ച് പറഞ്ഞേക്കണതാ? ഈശോയെക്കുറിച്ച് തന്നെ പറഞ്ഞേക്കണതാണ്. അപ്പോൾ ഈശോയെക്കുറിച്ച് പ്രവചിച്ച ആ പ്രവചനങ്ങൾ ദാവീദ് രാജാവിന് അന്ന് അനുഭവമാക്കിയിട്ടാണ് അത് പ്രവചനമാക്കിയിരിക്കുന്നത്. ചുമ്മാ ഒരു കഥയായിട്ട് എഴുതാനല്ല ചെയ്തിരിക്കുന്നത്. ദാവീദ് രാജാവായിട്ടും ഇത്രയും വലിയ ആളായിട്ടും ഈ യേശു അനുഭവിച്ച മാതിരിയുള്ള എല്ലാ തിരസ്കരണങ്ങളും സഹനങ്ങളും ആക്ഷേപങ്ങളും എല്ലാം അനുഭവിച്ചപ്പോൾ ചങ്ക് പൊട്ടി കരയുകയാണ്. ആരെങ്കിലും എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ഉണ്ടാവുമെന്ന് നോക്കി ആരെയും കണ്ടില്ല. സ്വന്തം മകൻ വരെ ആക്രമിക്കാൻ പുറകെ നടക്കണു. ആളുകൾ തെറി പറയണു. ആരെ തെറി പറയണു? രാജാവിനെ. എന്നിട്ട് രാജാവ് എന്തു പറഞ്ഞു? ഒന്നും ചെയ്യണ്ട അവനെ, അത് ദൈവഹിതം ആയതുകൊണ്ടായിരിക്കുള്ളൂ. ഇസ്രായേലിൻ്റെ അഭിഷിക്തനെ തെറി പറയാനായിട്ട് വേറെ ആർക്കാ സാധിക്കുക? ഏത് കേസാണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ
അന്ന് അതെല്ലാം ദാവീദിൻ്റെ ഒരു അനുഭവമാക്കി കൊടുത്തിട്ട്, അയ്യോ ചായ കുടിക്കണ സമയം കഴിഞ്ഞല്ലേ? ചായ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞല്ലേ ഉള്ളൂ ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കാം, ഒരു 5 മിനിറ്റ്. ഓക്കെ, അപ്പം സങ്കീർത്തനത്തിൽ, അല്ലെങ്കിൽ ചായ കുടിച്ചിട്ട് വരാം, കാരണം അല്ലെങ്കിൽ ഇത് കൂടുതൽ സഹനാവും. ഈ സഹനത്തിൻ്റെ ക്ലാസ് ഒരു 1/4 മണിക്കൂർ നീങ്ങും. എന്താ പറഞ്ഞേ? ആ, പള്ളി പറഞ്ഞാൽ മതി. പ്രൈസ് ദ ലോർഡ്. നമുക്ക് ഇവിടെ നിർത്തിയിട്ട് നിങ്ങളിപ്പോൾ ഒട്ടും സംസാരിക്കാതെ ഈ സഹനത്തെക്കുറിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും 1-2 സഹനത്തെ ഈശോന് ഒന്ന് സമർപ്പിച്ച്, ഒന്ന് നമ്മുടെ ജീവിതത്തിലുണ്ടായ ഏറ്റവും ഭയാനകമായ വേദനാജനകമായ ഒരു സഹനത്തെ യേശുവിൻ്റെ സഹനവുമായിട്ട് സമർപ്പിച്ചുകൊണ്ട് യേശുവിനെ ആശ്വസിപ്പിക്കുക. ഈശോയെ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. എന്നിട്ട് പോയി ചായ കുടിച്ചുകൊണ്ട് ഓടി വരിക. ഞാൻ ഇവിടെ തന്നെ ഇരിക്കുകയാണ്, ഞാൻ എങ്ങും പോണില്ല കേട്ടോ. വേഗം ചായ കുടിച്ചിട്ട് വരിക.